ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇയാൾക്കത്തെ വട്ടുണ്ടോ? ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നേ? അതും ഇത്ര സ്വാതന്ത്ര്യത്തോടെ. അതെ, പിണക്കം മാറാൻ പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വന്നേ, അങ്ങോട്ട് വാ. ഇനി പിണക്കൊന്നും വേണ്ട. ഇതാണ് സാറേ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഇതങ്ങ് പൊട്ടി ഒഴുകിയാ മതി. ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. വണ്ടി കയറ്റി സാറേ. കേരളം അയ്യോ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? അയ്യോ, എങ്ങോട്ടേ കൊണ്ടുവന്നേ? വണ്ടി എടുക്കോ. എന്നിട്ടും മഞ്ഞുരുങ്ങിയില്ലല്ലേ സാറേ? എന്റെ മാണിക്കുഞ്ഞ്, ചിലരുടെയൊക്കെ ധാരണ അവർക്കൊക്കെ മാത്രമാണ് ദേഷ്യവും സങ്കടമൊക്കെ ഉള്ളൂന്ന്. അങ്ങനെയൊക്കെ ചിന്തിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ നമ്മളും തിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം സാറേ. ഈ സ്നേഹത്തിന് മുന്നില് ദേഷ്യത്തിനൊന്നും ഒരു കാര്യമില്ലെന്ന്. മാണിക്കുഞ്ഞ്, ഓ, ഈ ദേഷ്യവും ചങ്കൂറ്റൊക്കെ ഉള്ളൂ. ആളിരുന്ന് വിറയ്ക്കുക. ആണോ സാറേ? അതെ, ഒന്നും സംസാരിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണോ? എന്നെ കാണിക്കാനാണെങ്കിലും ഈ പേടി നാണൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പിണക്കം മാറട്ടെ, അതുവരെ ഞാൻ കാക്കാം. അത് കഴിഞ്ഞാൽ സംസാരിക്കാലോ. അവിടെ നിർത്ത്. നിർത്താനല്ലേ പറഞ്ഞ? സാറേ, ഒട്ടും അടുക്കുന്നില്ലല്ലോ. ഇതാണ് പ്രേമിക്കാൻ പോയുള്ള അവസ്ഥ. ഇല്ലെങ്കിൽ എത്ര ഗൗരവത്തിൽ നടക്കായിരുന്നു. തൽക്കാലം സാറിന് അത്രയും ഗൗരവം വേണ്ട. സാർ ഒരു കാര്യം ചെയ്യും, ഒന്ന് കൂടെ പോയി ആ പിണക്കൊന്ന് മാറ്റുന്നേ. ചെല്ലു സാറേ. ഇതെന്തു പറ്റി? ഈ ലോകത്തുള്ള എല്ലാ ബ്രാൻഡും സ്റ്റൈലും ഒക്കെ അറിയുന്ന ഒരാള് ഒരു ബ്രാൻഡ് നെയിം കടലാസിൽ എഴുതി കൊടുത്തോ? മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. പിണക്കത്തിന് ഡോസേജ് കൂടിയതായിരിക്കും. ക്യാഷ് പേയ്മെന്റോ? അതും വിചിത്രമാണല്ലോ. എന്നെ കളിപ്പിക്കാൻ കാണിച്ചു വിട്ടുന്നാവും. അങ്ങനെ അങ്ങ് പോലെ. അത്രയ്ക്ക് പിണക്കമാണെങ്കിലേ ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. ആദ്യം നമ്മുടെ പിണക്കം തീരട്ടെ. എന്നോട് നന്നായിട്ട് സംസാരിച്ചാലല്ലാതെ ഇത് ഞാൻ തരുന്ന പ്രശ്നമില്ല. ഇയാൾക്കത്തെ വട്ടുണ്ടോ? ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നേ? അതും ഇത്ര സ്വാതന്ത്ര്യത്തോടെ. അതെ, പിണക്കം മാറാൻ പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വന്നേ, അങ്ങോട്ട് വാ.
ഇരിക്കെ. അയ്യോ. എനിക്ക് പോണം. പോണമെങ്കിൽ ഞാൻ വിട്ടിട്ട് വേണ്ടേ? അതെ, ഒരു പിണക്കൊക്കെ സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ വേണമെങ്കിൽ കുറച്ചു നേരമൊക്കെ മുഖം വീർപ്പിച്ചിരിക്കാം, അതും ഓക്കെ. പക്ഷെ ഇനി ഇത് കണ്ടിന്യൂ ചെയ്താൽ നല്ല പോറ. ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും സംസാരിക്കും, നല്ലോണം സംസാരിക്കും. ഇനി ഒരിക്കലും എന്നോട് സംസാരിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് വലിയ എന്ത് കുഴപ്പമുണ്ടായത്? എന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം ഉണ്ടല്ലേ? പക്ഷെ ഈ ദേഷ്യം കാണാൻ രസമുണ്ട് കേട്ടോ. മാത്രമല്ല പിണക്കത്തിന്റെ ആവും. കയ്യിൽ തൊട്ടപ്പോ ഷോക്കടിച്ച പോലൊരു അനുഭവം. ഈ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിലേ ഇങ്ങനെ പിടിച്ചെടുത്താൻ എനിക്ക് പറ്റില്ലായിരുന്നു. ദൈവം ചിലപ്പോ ഈ പെർഫ്യൂമിന്റെ രൂപത്തിലും വരുമായിരിക്കും അല്ലേ? ചേട്ടാ എഴുന്നേക്ക്. ചേട്ടൻ എന്തായാലും പറ്റിയോ? എന്താടോ താരൊക്കെ രാവിലെ ചാവാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണോ? ഞാനൊരു സൈഡിൽ കൂടെ അല്ലേ വന്നത്. പിന്നെ ഞാനാണോ കുഴപ്പമുണ്ടാക്കിയേ? നേരം വെളുക്കുമ്പോ ഓരോരുത്തർ ഇറങ്ങിക്കോളും മനുഷ്യന്റെ വഴി മുടക്കാൻ. അതെന്ത് മര്യാദ? നിങ്ങൾ ശ്രദ്ധയില്ലാതെ വന്നിട്ട് അയാളെ ചീത്ത പറയുക. ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കിയിട്ട് അതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. സമാധാനം പറയിപ്പിക്കാൻ നീയൊക്കെ ആരാ? ദേ കൂടുതൽ അഭ്യാസം എടുക്കല്ലേ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നീ ആരായാലും ഞങ്ങൾക്ക് എന്താ? ഒരു മര്യാദ ഇല്ലാത്തവളാണെന്ന് കണ്ടാലറിയാം. അതെ, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാം. അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവന്മാരുണ്ടെങ്കിലേ കാറിന്റെ നമ്പർ എഴുതിയെടുത്തോ. എന്നിട്ടേ പോലീസ് എന്നെ അന്വേഷിച്ചു വരണം, കേട്ടല്ലോ? ഏതെങ്കിലും ഒരുത്തം പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ കുടുംബത്ത് കിടന്നുറങ്ങില്ല. ഗാഥ ശ്രീനിവാസായി പറയുന്നത്. ഇവളുമാരെയൊക്കെ എവിടുന്ന് കിട്ടി എടുക്കുന്നതാണ്. സർ, അതെ, ഫുഡിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള കൺസേൺ ഉള്ള ആളല്ലേ താൻ ഓർഡർ ചെയ്തോ? ഓ, അതിനൊരു അക്ഷരം മിണ്ടത്തില്ല. ഒരു കാര്യം ചെയ്യ്, മിണ്ടണ്ട. ഈ മെനു കാർഡ് എടുത്ത് തൊട്ട് കാണിച്ചാൽ മതി. മേഡം പിണക്കത്തില്ല.